വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. നമുക്കിന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കി സ്റ്റാർട്ട് ചെയ്യാം. എക്സാംസിൻ്റെയൊക്കെ തിരക്കുകൊണ്ടാണ് വീഡിയോ ഇടാൻ താമസിക്കുന്നത്. +2 CBSEക്കാർക്ക് പ്രീ ബോർഡ്, 10th ICSEക്കാർക്ക് പ്രീ ബോർഡ്, ഇങ്ങനെ കുട്ടികളുടെ ട്യൂഷനും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഡിലേ ആയത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Find the domain and range. Find the domain and range. F of x, root of x square minus 1. നമുക്കറിയാം റൂട്ടിനകത്ത് നെഗറ്റീവാണ് വരുന്നതെങ്കിൽ എന്താണത്? ഇമാജിനറി ആവും അല്ലേ? ഇങ്ങനെ റൂട്ട് സിമ്പിളാണ് വരുന്നതെങ്കിൽ നമ്മളെപ്പോഴും എക്സ് സ്ക്വയർ മൈനസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഇംപ്ലൈസ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഞാൻ ഡൊമെയിൻ എന്തായിരിക്കും? -∞ ടു -1 ഇൻക്ലൂഡിങ് മൈനസ്. ഇപ്പോൾ ഇവിടെ -1 സ്ക്വയർ എന്താ? 1 1 - 1 0 വരാം. ഓപ്പൺ യൂണിയൻ 1 ടു ഇൻഫിനിറ്റി, പോസിറ്റീവ് ഇൻഫിനിറ്റി, +1 1 - 1 എന്താ? 0. ഇവിടെ -1 0. ഇതാണ് ഡൊമെയിൻ. എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. റേഞ്ച് ഇപ്പോൾ റൂട്ട് വരികയാണെങ്കിൽ റേഞ്ചിൽ എപ്പോഴും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഏതിലായിരിക്കും? 0-യിലായിരിക്കും. ഇപ്പോൾ 1 ആണെങ്കിൽ നമുക്കറിയാം 1 അല്ലേ? റേഞ്ച് ഈസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ഇൻക്ലൂഡിങ് 0. ഇൻഫിനിറ്റിയുടെ അവിടെ ഓപ്പൺ. ഓക്കെ, ഇവിടെ എക്സ് സ്ക്വയർ ഇതിനെ ബേസ് ചെയ്യാൻ വേറൊരു ക്വസ്റ്റ്യൻ പറയുന്നു. നമ്മുടെ ടെക്സ്റ്റ് നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെയായിരുന്നെങ്കിലോ? റൂട്ട് ഓഫ് 1 - x അല്ലെങ്കിൽ x - 1 അങ്ങനെയായിരുന്നെങ്കിൽ എന്ത് വരും? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ ഇല്ല, x - 1 ആണെങ്കിൽ എന്ത് വരും? അവിടെ നമുക്ക് ആദ്യം എന്ത് എഴുതണം? x - 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ദാറ്റ് ഈസ് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അവിടെ ഡൊമെയിൻ എന്താവും? ക്ലോസ്ഡ് ഇൻ്റർവൽ 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് 1 എഴുതുക. ഇവിടെ ഈക്വൽ ടു ഉണ്ടെങ്കിൽ നമ്മളിവിടെ ക്ലോസ്ഡ് ഇൻ്റർവൽ എഴുതണം. ഓക്കെ, എന്നിട്ട് പോസിറ്റീവ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയുടെ അവിടെ എപ്പോഴും ഓപ്പൺ. ഇതിൻ്റെ റേഞ്ച് ഇപ്പോൾ ഇവിടെ 1 ആണെങ്കിൽ 0 വരും, 2 ആണെങ്കിൽ 1, അങ്ങനെ പോകും അല്ലേ? 0 ടു പോസിറ്റീവ് ഇൻഫിനിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൈൻ പൈ പ്ലസ് എക്സ്. ഇവിടെ പൈ അല്ലെങ്കിൽ 2π. ഇതിൻ്റെ ആൻസർ ആദ്യം നമ്മൾ പൈ ആണ് വരുന്നതെങ്കിൽ സൈൻ എക്സ് തന്നെ എഴുതുക. ഇനി പൈ പ്ലസ് എക്സ് നമുക്കറിയാം ഇത് ഫസ്റ്റ് ക്വാഡ്രൻ്റ് അല്ലേ? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഇത് 0 ടു 90 90 - x അല്ലെങ്കിൽ π/2 - x, π/2 പ്ലസ് എക്സ്, π - x. സെക്കൻഡ് ക്വാഡ്രൻ്റ്. തേർഡ് ക്വാഡ്രൻ്റ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? പൈ പ്ലസ് എക്സ്. പൈ എന്ന് പറഞ്ഞാൽ 180, 2 റൊട്ടേഷൻ കഴിഞ്ഞു. പൈ പ്ലസ് എക്സ് അല്ലെങ്കിൽ ഇതിനെ 270 - x എന്ന് പറഞ്ഞാൽ തേർഡ് ക്വാഡ്രൻ്റ്. ഇനി 270 അതാണ് 3π/2 ഓർ 2π - x. ഇനി ഫസ്റ്റിൽ എന്താ? പോളാർ പോസിറ്റീവ്. സെക്കൻഡ് സൈൻ കൊസീക്ക്, ASTC അങ്ങനെ ഓർത്താൽ മതി. ASTC. ഇവിടെ ടാനും കോട്ടും. ഈ പൈ പ്ലസ് എക്സ് ഇപ്പം നമ്മളിവിടെ പൈ അല്ലെങ്കിൽ 2π വന്നാൽ നമ്മൾ ലെഫ്റ്റിൽ എന്ത് ടേം ആണോ തന്നിരിക്കുന്നത് അതിവിടെ അങ്ങ് എഴുതുക. സൈൻ ആണെങ്കിൽ സൈൻ, കോസ് ആണെങ്കിൽ കോസ്, ടാൻ ആണെങ്കിൽ ടാൻ. പിന്നെ നമ്മൾ നോക്കുന്നത് ഏത് ക്വാഡ്രൻ്റ് ആണ്? പൈ പ്ലസ് എക്സ് ഏത് ക്വാഡ്രൻ്റ് വരും? തേർഡ് ക്വാഡ്രൻ്റ് അല്ലേ? ഈ തേർഡ് ക്വാഡ്രൻ്റിൽ ലെഫ്റ്റിൽ തന്നിരിക്കുന്ന ടേം പോസിറ്റീവ് ആണെങ്കിൽ നമ്മളിവിടെ പോസിറ്റീവ് എഴുതുക. നെഗറ്റീവ് ആണെങ്കിൽ എന്ത് കൊടുക്കണം? നെഗറ്റീവ്.
അങ്ങനെയാണ്. അല്ല, നമ്മളിത് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല, മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുക പൈ അല്ലെങ്കിൽ 2π. ഒന്ന് നമ്മൾ ലെഫ്റ്റിൽ തന്നിരിക്കുന്ന ഇവിടെ ഇത്. ഞാൻ ഇപ്പോൾ വേറെ എണ്ണം പറയാം. കൊസീക്ക് 2π - x. പൈ അല്ലെങ്കിൽ 2π വന്നാൽ ഞാൻ എന്താ പറഞ്ഞത്? ലെഫ്റ്റിൽ തന്നിരിക്കുന്ന ടേം ആദ്യം എഴുതുക. 2π - x, ഫോർത്ത് ക്വാഡ്രൻറ്റ്. ഇൻ ദ ഫോർത്ത് ക്വാഡ്രൻറ്റ് കോസ് ആൻഡ് സീക്ക് ആർ പോസിറ്റീവ്. അപ്പോൾ ഇവിടെ കൊസീക്കാണ് നെഗറ്റീവ്. ടാൻ പൈ പ്ലസ് എക്സ്. പൈ വന്നാൽ എന്ത് വരും? ടാൻ. ഇൻ ദ തേർഡ് ക്വാഡ്രൻറ്റ് ടാൻ ഈസ് പോസിറ്റീവ്. നമ്മൾ പ്ലസ് ഇടണമെന്നിൽ പോസിറ്റീവ് ടാൻ എക്സ്. ഇനി ഇതേ സ്ഥാനത്ത് π/2 അല്ലെങ്കിൽ 3π/2 ആയിരുന്നു വന്നിരുന്നെങ്കിൽ സൈൻ എന്താകും? കോസ് സൈൻ. ഞാൻ ജസ്റ്റ് അതൊന്ന് പറഞ്ഞേക്കാം. സൈൻ π/2 പ്ലസ് എക്സ്. ഇവിടെ π/2 അല്ലെങ്കിൽ 3π/2 90 270 ആണ് വരുന്നതെങ്കിൽ സൈൻ കോസ് ആകും, കോസ് സൈൻ ആകും. കൊസീക്ക് സീക്ക്, സീക്ക് കൊസീക്ക്. ടാൻ കോട്ട് ടാൻ. നമ്മളിവിടെ π/2 ആണ് സൈൻ വന്ന് എന്തെഴുതണം? കോസ്. π/2 പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ ഏത് ക്വാഡ്രൻ്റായി? സെക്കൻഡ് ക്വാഡ്രൻറ്റ്. ഈ സെക്കൻഡ് ക്വാഡ്രൻറ്റ് ലെഫ്റ്റിൽ തന്നിരിക്കുന്നത് എന്താ? പോസിറ്റീവ് കോസ് എക്സ്. കോസ് 3π/2 പ്ലസ് എക്സ്. 3π/2 അല്ലെ π/2 എന്നാൽ കോസ് എന്തെഴുതണം? സൈൻ. ഇതേത് ക്വാഡ്രൻ്റാണ്? 3π/2 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ ഫോർത്ത് ക്വാഡ്രൻ്റ് കോസ് എന്താ? പോസിറ്റീവ്. സോ പോസിറ്റീവ് സൈൻ എക്സ്. നെക്സ്റ്റ് cos x is equal to -1/2 π less than x less than 3π/2. നമുക്ക് ഈ കണ്ടീഷൻ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. എക്സ് ഏത് ക്വാഡ്രൻറ്റിലാണ്? ബിറ്റ്വീൻ 180 ആൻഡ് 270 എന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രൻറ്റ് വരും? തേർഡ് ക്വാഡ്രൻറ്റ്. അതാണ് ഈ കണ്ടീഷൻ തന്നിരിക്കുന്നത്. Find 4 tan squared x minus 3 cosec squared x. ഇതാണ് ക്വസ്റ്റ്യൻ. കോസ് അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. 90യുടെ ഓപ്പോസിറ്റ് ആയിരിക്കും എപ്പോഴും ഹൈപ്പോട്ടന്യൂസ്. പൈതഗോറസ് തിയറം അനുസരിച്ച് എന്തൊരു 4 - 1 3 പിന്നെ റൂട്ട്സ്. 4 tan square x minus 3 cosec square x. 4 ഇൻറ്റു ഇത് ഏത് ക്വാഡ്രൻ്റാണ്? തേർഡ് ക്വാഡ്രൻ്റ്. ടാൻ എക്സ് എന്താ? പോസിറ്റീവ്. ടാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. √3/1 √3. 3 ഇൻറ്റു കൊസീക്ക് ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ്. ഇൻ ദ തേർഡ് ക്വാഡ്രൻറ്റ് കൊസീക്ക് എന്താ? മൈനസ് ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ്. That is 4 into 3 minus 3 into 4/3. That is 12 minus 4 8. നമ്മൾ ഈ കണ്ടീഷൻ നോക്കണം. സൈൻ -11π/3. ഇവിടെ മൈനസ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് 12π/3 ഇങ്ങനെ എഴുതാം, എളുപ്പമുണ്ട്. അപ്പോൾ ഇവിടെ ഈ എഴുതുന്ന നമ്പർ 2π 4π 6π 2πയുടെ മൾട്ടിപ്പിൾ ആയിരിക്കണം. 12π/3 എന്ന് പറഞ്ഞാൽ എന്താ? 4π. സോ ഇവിടെ നെഗറ്റീവാണ് വരുന്നതെങ്കിൽ നമ്മൾ ന്യൂമറിക്കലി വലിയ നമ്പർ ഇവിടെ എഴുതിയാൽ മതി, അതാണ് എളുപ്പം. 12π/3. 12 - 11 1 1π/3. 180/3 60 sin 60 √3/2. Find the value, complex number. I raised to 10
I raised to 11, I raised to 12, I raised to 13. I raised to 2 minus 1. I raised to 4 positive 1. I raised to 10. 4ൻ്റെ എല്ലാം മൾട്ടിപ്പിളും I raised to 8, I raised to 12 എല്ലാം 1 ആയിരിക്കും. I raised to 8 ഇൻറ്റു I സ്ക്വയർ. A raised to m ഇൻറ്റു A raised to n, A raised to m പ്ലസ് n, ആ ഒരു ഫോം. ഇതിനൊക്കെ ഇങ്ങനെ എഴുതാം. I raised to 8 ഇൻറ്റു I സ്ക്വയർ ഇൻറ്റു I. ഇത് 4ൻ്റെ മൾട്ടിപ്പിളാണ്, അത് 1. I raised to 13 എങ്ങനെ എഴുതാം? I raised to 12 ഇൻറ്റു I. 1 ഇൻറ്റു മൈനസ് 1, ദാറ്റ് ഈസ് മൈനസ് 1. 1 ഇൻറ്റു മൈനസ് 1 മൈനസ് I പ്ലസ് 1 പോസിറ്റീവ് 1 ഇൻറ്റു I. മൈനസ് I പ്ലസ് I, മൈനസ് 1 പ്ലസ് 1. Three minus 2I the whole square. A plus IB form. A minus B the whole square. A square minus 2AB. 2 into 3 into 2I plus B square. 9. 4I square. I square the value minus 1. 9 plus minus 4, 5. ഇവിടെ ഇത് വേറൊരു മോഡൽ. 1 പ്ലസ് I റേസ്റ്റ് ടു 4. ഇവിടെ റേസ്റ്റ് 4 നിങ്ങൾ ഡയറക്റ്റ് പഠിച്ചിട്ടില്ല അല്ലേ? അപ്പം നമുക്കിതിന് A റേസ്റ്റ് ടു 4 ആണ്, നമുക്ക് എന്ത് എഴുതാം? A സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. 1 പ്ലസ് I ദ ഹോൾ സ്ക്വയർ. A പ്ലസ് B ദ ഹോൾ സ്ക്വയർ. A സ്ക്വയർ പ്ലസ് 2AB പ്ലസ് B സ്ക്വയർ. I square minus 1. Minus 1 plus 1 cancel. 4I square. That is minus 4. A plus IB formula എഴുതണമെങ്കിൽ minus 4 plus 0I. Then write the multiplicative inverse of I minus 12I. Multiplicative inverse of Z. നമ്മളിങ്ങനെ denote ചെയ്യുന്നു Z raised to minus 1. Z bar by mod Z square. Here Z is equal to 5 minus 12y. Z bar കോഞ്ചുഗേറ്റ് എന്താ? ഐക്ക് മുമ്പുള്ള സൈൻ. അപ്പോൾ ഇതിന് നമ്മൾ നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് മാറ്റമില്ല. ഐയുടെ കോഎഫിഷ്യൻ്റ് പോസിറ്റീവാണ് നെഗറ്റീവ്, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്. -3 minus 4i. ഇതിൻ്റെ കോഞ്ചുഗേറ്റ് എന്താ? -3 നമ്മൾ അതേപോലെ എഴുതും, ഇവിടെ പ്ലസ് 4i അങ്ങനെ എടുത്തോണം. mod Z സ്ക്വയർ. mod Z എന്താ? റൂട്ട് ഓഫ്. mod Z സ്ക്വയർ എന്ന് എഴുതുമ്പോൾ റൂട്ട് സിമ്പിൾ വേണ്ട. റിയൽ പാർട്ട് സ്ക്വയർ, ഇതാണ് റിയൽ പാർട്ട്. ഇമാജിനറി പാർട്ട് -12. -12 the whole square 144. So multiplicative inverse of Z is equal to Z bar by 5 plus 12y divided by 169. Solve the inequality and mark the solution on the number line. 37 minus 3x plus 5 greater than or equal to 9x (37 minus 3x minus into minus plus 37 minus 5 32 37 minus 3x minus into plus bracket open ചെയ്യുമ്പോൾ എപ്പോഴും ഇവിടെ മൈനസ് ആകുമ്പോൾ ശ്രദ്ധിച്ചാണ്.
9x minus 8x minus into minus plus. 37 minus 5, 32 minus 3x, x plus 24. Minus 3x minus 6, 24 minus 32. Minus 4x greater than or equal to minus 8. Minus 4 വെച്ചാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇവിടെ -4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമോ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇനീക്വാലിറ്റി ചേഞ്ച് വരും. -4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. നമ്പർ ലൈൻ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഉള്ളതുകൊണ്ട് നമ്മൾ 2 ഇങ്ങനെ ഡാർക്കായിട്ട് ഷെയ്ഡ് ചെയ്യാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഈ ആരോയും ഷെയ്ഡ് ചെയ്യണം കേട്ടോ. ഇവിടെ -4x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -8. നമുക്ക് -4x -4 വെച്ച് ഡിവൈഡ് ചെയ്താൽ പോസിറ്റീവ് എക്സ് കിട്ടും. അപ്പോൾ ഇനീക്വാലിറ്റി തിരിഞ്ഞ് വരും. -8 ബൈ -4 2. ഇവിടെ എക്സ് ലെസ് ദാൻ 2 എന്നുള്ളായിരുന്നെങ്കിൽ നമ്മളിവിടെ 2 എടുക്കുമ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്യണം. ഇതുപോലെ ഡാർക്ക് ആക്കണ്ട. Rohan obtained 70 and 60 marks in the first 2 examinations. Let minimum mark in third test. Third exam. Bx 70 നമുക്കറിയാം. 3 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ആവറേജ് കാണുന്നത്? Sum of 3 numbers divided by 3. Find the minimum mark he should get in the third examination to have an average of at least 50 marks. 70 plus 60 plus x whole divided by 3. ഇവിടെ അറ്റ്ലീസ്റ്റ് വരുമ്പം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഴുതണം. അറ്റ്ലീസ്റ്റ് ഇവിടെ 50 ഓർ മോർ 50ഉം അതിൽ കൂടുതലും വരാം. അതാണ് നമ്മൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അറ്റ്ലീസ്റ്റ് വരുമ്പോൾ ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. 150 minus 130 2. So minimum mark is 20. Answer. The sum of the coefficient in the expansion of 1 minus x the whole raised to n 0. Sum of coefficients. One minus x the whole raised to n 0. Answer 0. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 1 minus x the whole square. 1 minus 2x plus x square. ഇതിൻ്റെ coefficient എന്താ? 1 minus 2 plus 1 0. 1 minus x the whole cube. 1 minus 3x square plus 3x minus x cube. 1 minus 3 3 minus 1 0. Next question. Using binomial theorem, find the value of plus √3 minus √2 raised to 4. √3 ഇവിടെ 4c01 ആണ്, എഴുതണമെന്നില്ല. പ്ലസ് 4c1 ഇൻറ്റു √3 ദ ഹോൾ ക്യൂബ്. ഫസ്റ്റ് ടേമിൻ്റെ പവർ കുറഞ്ഞു കുറഞ്ഞു വരും. (4c2) √3 the whole square into √2 square. 4c3 √3
into root 2 cube. 4c4 1 last term root 2 raised to 4 പ്ലസ് നമുക്ക് അടുത്തത് ആൾട്ടർനേറ്റ് ആയിട്ട് മൈനസ് പ്ലസ് റൂട്ട് 3 റേസ് ടു 4 പിന്നെ മൈനസ് 4c1 റൂട്ട് 3 ക്യൂബ് ഇൻറ്റു റൂട്ട് 2 അടുത്തതിൽ പ്ലസ് 4c2 റൂട്ട് 3 റേസ് ടു 2 ഇൻറ്റു റൂട്ട് 2 സ്ക്വയർ ദെൻ മൈനസ് 4c3 root 3 into root 2 cube then plus 4c4 1 last term ഇതിലെല്ലാം 2 times വരും പ്ലസ് 4c1 മൈനസ് 4c1 ക്യാൻസൽ എന്ത് കിട്ടും റൂട്ട് 3 റേസ് ടു 4 പ്ലസ് 4c1 ക്യാൻസലാവും 4c2 കിട്ടും ദെൻ 4c3 ക്യാൻസൽ 2 times root 3 raised to 4 cancel out 4c2 root 3 square into root 2 square നമ്മൾ എഴുതുന്ന ഫസ്റ്റ് ടൈമിന് സെക്കൻഡ് ടൈമിന് എപ്പോഴും എക്സ്പോണൻസ് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്തായിരിക്കും റേസ് ടു ഇപ്പോൾ എത്ര റേസ് ടു 4 ആണെങ്കിൽ 2 + 2 4 കണ്ടില്ലേ 3 + 1 4 അങ്ങനെ വരും 4c2 പിന്നെ 4c3 ടൈം ക്യാൻസൽ പിന്നെ ലാസ്റ്റ് ടൈം root 2 raised to 4 root 3 into root 3 3 square 9 4c2 4 into 3 by 1 into 2 6 root 3 into root 3 3 root 2 into root 2 2 root 2 raised to 4 എന്ന് പറഞ്ഞാൽ 2 raised to 2 2 into 9 plus find the foci, vertices, eccentricity and length of the lattice rectum. 9x square minus 16y square 144. Dividing each term by this. X square by 16, y square by 9. നമുക്കറിയാമല്ലോ ഹൈപ്പർബോള ഇത് ഫസ്റ്റ് ഫോമാണല്ലേ സെക്കൻഡ് ഫോം എന്ന് പറയുന്നത് ഹൈപ്പർബോളയിൽ സെക്കൻഡ് ഫോം എന്താ വൈ സ്ക്വയർ ഇവിടെ വരും എക്സ് സ്ക്വയർ ഇവിടെ അവിടെ ഫോക്കയെല്ലാം 0 + or - c വെർട്ടീസ് 0 + or - c ഇത് ഫസ്റ്റ് ഫോം എ സ്ക്വയർ 16 A4 B3 വെർട്ടീസസ് ഫോക്കൈ എക്സെൻട്രിസിറ്റി ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്റ്റം C square A square plus B square. In the case of ellipse, A square minus B square C. 16 plus 9, 25. Focus, foci. ഇവിടെ ഫസ്റ്റ് ഫോമാണ് അല്ലേ ഫോക്കൈ ഇവിടെ വരും എക്സ് ആക്സിസിൽ ± c 0 ദാറ്റ് ഈസ് ± 50 വെർട്ടീസസ് ± a0 here a is equal to 4 eccentricity E is equal to C by A C 5 by 4 improper fraction ആണ് in the case of hyperbola E is greater than 1 in the case of ellipse E is less than 1 length of latus rectum 2b square by a 2 into b square 9 a 4 9 by 2
ഞാനൊരു 25 minutes ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും എളുപ്പമുണ്ട്, ചെറിയ വീഡിയോ ആകുമ്പോൾ. The radius of the circle in which the central angle of 60 degree intercept an arc of length. The radius of the circle in which the central angle degree intercept an arc of length 31.4 centimeter. L is equal to r theta, where theta is in radian measure. നമ്മൾ ഡിഗ്രിയിലാണെങ്കിലും നമ്മൾ ഏതിലോട്ട് കൺവേർട്ട് ചെയ്യും, റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ആർക്ക് ലെങ്ത് കാണുന്നത് അല്ലേ. 60 ഡിഗ്രി 60 × π/180. ഡിഗ്രിയിൽ നിന്ന് റേഡിയനിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ പൈ ന്യൂമറേറ്ററിൽ അങ്ങനെ ഓർത്താൽ മതി. π/180 π/3. നമുക്ക് എന്താ കണ്ടത്, r is equal to L/θ. L 31.4 theta π/3. That is 31.4 × 3 /π. പൈക്ക് നമുക്ക് ഏത് വാല്യൂ കൊടുക്കാം, 3.14. Multiply numerator and denominator by 100. യൂണിറ്റ് സെൻറ്റിമീറ്റർ. ഇന്നത്തെ ഗ്രാഫ് sin 2x. പിന്നെ ഒരു 4 ക്വസ്റ്റ്യനേ ഉള്ളൂ, നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നതാണ്. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ തീരും. പിന്നെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്ത് അതിനെ ബേസ് ചെയ്ത് വേറെ ക്വസ്റ്റ്യൻസും നമുക്ക് നോക്കാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. താങ്ക് യു.